ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഒരു കരുത്തരുടെ പോരാട്ടം ഇപ്പോൾ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നുണ്ട്. റയൽ മാഡ്രിഡും യുവന്റസും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. നാളെ അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നമുക്ക് വീക്ഷിക്കാൻ കഴിയുക. ഒരു മികച്ച പോരാട്ടം കാണാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സാബി അലോൺസോക്ക് കീഴിൽ റയൽ മാഡ്രിഡ് പതിയെ ട്രാക്കിലായി വരികയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു മികച്ച വിജയം അവർ സ്വന്തമാക്കിയിരുന്നു. ഏതായാലും റൗൾ അസെൻസിയോ സസ്പെൻഷനൊക്കെ മാറിക്കൊണ്ട് ഈ മത്സരത്തിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കൺഫ്യൂഷനിലാണ് സാബി അലോൺസോ ഇപ്പോൾ ഉള്ളത് എന്നാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സെന്റർ ബാക്ക് പൊസിഷനിൽ ആരെ ഇറക്കണം എന്ന കാര്യത്തിലാണ് കൺഫ്യൂഷൻ. ഡീൻ ഹുയ്സണ് അവിടെ സ്ഥാനം ഉറപ്പാണ്. റൗൾ അസെൻസിയോയെ ഇറക്കണോ അതല്ലെങ്കിൽ അന്റോണിയോ റൂഡിഗറെ ഇറക്കണോ എന്നുള്ള കാര്യത്തിലാണ് കൺഫ്യൂഷൻ. വരും ദിവസങ്ങളിൽ അഥവാ നാളെ അക്കാര്യം അദ്ദേഹം തീരുമാനിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി മറ്റൊരു താരം കൂടി അവിടെയുണ്ട്. എഡർ മിലിറ്റാവോ ആ പരിക്കിൽ നിന്നൊക്കെ ഭേദമായിക്കൊണ്ട് പൂർണ്ണ സജ്ജനായിക്കൊണ്ട് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നാളത്തെ മത്സരത്തിൽ കുറച്ച് സമയം കളിക്കാൻ തനിക്ക് കഴിയും, അല്ലെങ്കിൽ മിനിറ്റുകൾ തനിക്ക് ലഭിക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. എഡർ മിലിറ്റാവോയുടെ ഒരു ലക്ഷ്യം വളരെ വ്യക്തമാണ്. സ്റ്റാർട്ടിംഗ് 11ലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് എഡർ മിലിറ്റാവോയുടെ ലക്ഷ്യം. ഏതായാലും സെന്റർ ബാക്ക് പൊസിഷനിൽ ഇപ്പോൾ അത്യാവശ്യത്തിന് ഓപ്ഷനുകൾ ഈ പരിശീലകന് ലഭിച്ചു കഴിഞ്ഞു. റൂഡിഗർ ഉണ്ട്, ഹുയ്സൺ ഉണ്ട്, എഡർ മിലിറ്റാവോ ഉണ്ട്, അതുപോലെ തന്നെ റൗൾ അസെൻസിയോ ഉണ്ട്. ഈ താരങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച താരങ്ങളെ ആയിരിക്കും സാബി ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല 3 സെന്റർ ബാക്കുമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫോർമേഷനും അദ്ദേഹം പ്രയോഗിക്കാറുണ്ട്. ഏതായാലും യുവന്റസിനെതിരെ ഏത് ഫോർമേഷൻ ആയിരിക്കും അദ്ദേഹം ഉപയോഗപ്പെടുത്തുക, അതുപോലെ തന്നെ ഡ്വീൻ ഹുയ്സണോടൊപ്പം ആരായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.